നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആലപ്പുഴ പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് എഴുതിത്തള്ളിയ മറ്റൊരു തിരോധാന കേസ് കൂടി പുനരന്വേഷിക്കുകയാണ് പോലീസ്. 2020-ൽ ചേർത്തല തിരുവഴയിൽ നിന്ന് കാണാതായ സിന്ധു എന്ന് വിളിക്കുന്ന ബിന്ദുവിന്റെ തിരോധാന കേസാണ് വീണ്ടും പരിശോധിക്കുന്നത്. വീട്ടിൽ നിന്നും തിരുവഴ ക്ഷേത്രത്തിലേക്ക് പോയ സിന്ധു പിന്നീട് മടങ്ങി വന്നിട്ടില്ലെന്ന് കുടുംബം പറയുന്നു. മകളുടെ വിവാഹത്തിന് 2 മാസം മാത്രം അവശേഷിക്കുകയായിരുന്നു ബിന്ദുവിന്റെ അപ്രതീക്ഷിത തിരോധാനം. എവിടെയാണെന്നും എന്താണെന്നും ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പോലീസ് എന്താ പറയുന്നത്? അവര് പറയണത് ഞങ്ങൾ തിരക്കിട്ട് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ലെന്നാ പറയണത്. എന്നായിരുന്നു അന്ന് നിങ്ങൾ പോലീസിൽ പരാതി നൽകി? അന്ന് രാത്രി തന്നെ കൊടുത്തായിരുന്നു. കാണാഞ്ഞപ്പോ തന്നെ പരാതി കൊടുത്തതാണ്. പിറ്റേസൊക്കെ മാറ്റി വെച്ചില്ല. പിന്നെ മകളുടെ കല്യാണത്തിനടക്കം ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല? ഇല്ല. അതായത് ഈ ബിന്ദുവിനെ കാണാതാകുന്നതിന് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് മകളുടെ വിവാഹമായിരുന്നു. അതെ. അതിനൊന്നും പങ്കെടുക്കാനോ വേറെ ഒരു ഇന്ന് വരെ കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. ഈ സമയം വരെ കിട്ടിയിട്ടില്ല. അതിനിടെ ചേർത്തലയിൽ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ചില നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരുന്നുണ്ട്. പ്രതി സെബാസ്റ്റ്യൻ ജൈനമ്മയുടെ സ്വർണം തനിക്ക് വിറ്റുവെന്ന് ജ്വല്ലറി ഉടമ സ്ഥിരീകരിച്ചു. ചേർത്തല നഗരത്തിലെ ശ്രീ വെങ്കടേശ്വർ ജ്വല്ലറി ഉടമ സദാശിവനാണ് ന്യൂസ് 18നോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ജൈനമ്മയെ കാണാതായ ഡിസംബർ 24-നും 30-നും ഇടയിലാണ് സെബാസ്റ്റ്യൻ സ്വർണം വിൽക്കാനെത്തിയത്. ആദ്യം ഫോണിൽ വിളിക്കുകയും പിന്നീട് നേരിട്ട് വരികയുമായിരുന്നു. ന്യൂസ് 18 നടത്തിയ ഒളിക്യാമറ അന്വേഷണത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. ഇവിടെ കൊണ്ടുവന്നാണോ പണയം വിറ്റത്? പണയം വെച്ചത് വേറെ ബാങ്കില്. ഏത് ബാങ്കിലായിട്ടാ വെച്ചത്? കുന്നത്തല്ലേ? നമ്മളോട് വരാൻ പറഞ്ഞതുകൊണ്ടാണ്. കുന്നത്ത് ബാങ്ക് അല്ലേ? ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ വിൽക്കുവാണോ? ഇല്ല, അവിടെ തന്നെ എടുത്തു. പിറ്റേ ദിവസമാണ് പൈസ കൊണ്ടുപോകുന്നത്. അന്ന് വന്നിട്ടില്ല, ഞാൻ പോയി എടുത്തതാ. അവിടെ എത്ര പവനായിരുന്നു? 25 ഗ്രാം അല്ലേ? ഈ ഡേറ്റ് എന്നായിരുന്നു? 23-ആണ്. എല്ലാം എഴുതി കൊണ്ടുപോയിട്ടുണ്ട് ഇവിടുന്ന്. ഏത് ഈ മാസമാണോ? ഇല്ല, കഴിഞ്ഞ വർഷം ഡിസംബർ 24-ന് എല്ലാം അവരുടെ കയ്യിലുണ്ട്. അവരെല്ലാം എഴുതി കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങളപ്പോ ഇത് ഉരുക്കുന്ന ആൾക്കാരാണ്? ആ ജ്വല്ലറി ഏതാ? കുന്നത്ത് ബാങ്കോ? ബാങ്കാണ്, സ്ഥാപനം. അവിടെ പണയം വെച്ചതാണ്. നമുക്ക് ജോലി അതാണ്, പണം എടുക്കുന്ന ജോലിയാണ്. ബാങ്കിന് സമയത്ത് വിറ്റ് കൊടുക്കുന്ന ജോലിയാണ്. സ്വകാര്യ ബാങ്കാണ് അല്ലേ? ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ? നിങ്ങൾ എന്നാ എടുക്കുന്നേ? ഇപ്പൊ ഡേറ്റ് അവര് പറയുന്ന ഡേറ്റും ഞങ്ങൾ പറയുന്ന ഡേറ്റിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. പണയം വെച്ച ഡേറ്റ് വേറെയാണ്. ഡിസംബർ 24-നാണല്ലോ അവിടെ കൊണ്ടുപോയത്. നിങ്ങൾ കളക്ട് ചെയ്തത് 1 മാസം കഴിയുമ്പോഴാണ്. എങ്ങനെയാ കളക്ട് ചെയ്യുന്നത്? എന്തുവാ സ്വർണ്ണം നിങ്ങൾ അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നത്? അത് ഞങ്ങൾക്ക് അറിയില്ല. അവര് വിളിക്കുമ്പോൾ ഞങ്ങൾ ചെല്ലുന്നതല്ലേ. ഓ ശരി. ഇപ്പൊ ഈ സാധാരണഗതിയിൽ അങ്ങനെ സ്വർണ്ണം എടുത്ത ഉടനെ അങ്ങനെ വിൽക്കാറുണ്ടോ? പണയം വെക്കുന്ന സാധനം ഇപ്പൊ ഒരു ടൈം പണയം വിൽക്കുവാണോ ചെയ്തിട്ടില്ല അല്ലേ? അവിടെ വർഷങ്ങൾ എത്ര നാളായിട്ട് പണയം വെച്ച് നമുക്ക് അറിയില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് പണയമല്ലല്ലോ, വിറ്റ സ്വർണ്ണമല്ലേ അവിടെ കൊണ്ടുവന്ന? വിറ്റ സ്വർണ്ണമല്ല, പണയം വെച്ച്. ഓ ശരി. അപ്പം ഞാൻ ചോദിക്കുന്നത് 1 വർഷം ആയതുകൊണ്ട് അയാൾ തിരിച്ചടവൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ എടുത്തായിരിക്കും അല്ലേ? അങ്ങനെ എടുത്താണല്ലേ? അയാൾ എടുക്കാൻ ശ്രമിക്കാത്തത് കൊണ്ട് അത് ജപ്തിയായി പോകുന്ന സാധനം നമ്മൾ എടുക്കുന്നതാണല്ലേ? ജപ്തിയായ സാധനമല്ല, പുള്ളി തന്നെ ഈ സെബാസ്റ്റ്യനെ വിളിച്ചു ഒരു ദിവസം. വിളിച്ചിട്ടാണ് പറഞ്ഞു ഇങ്ങനെ വിൽക്കണമെന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങോട്ട് വന്നിട്ടില്ല, ബാങ്കിന്റെ വാഴത്തിൽ നിന്നാണ് വിളിക്കുന്നത്. അവിടെ പോയി ഞാൻ പൈസ ആയിട്ട് പോയി ബാങ്കിൽ അടക്കാനുള്ള പൈസ അടച്ചു. ആണ് കൊണ്ടുവന്ന് പുള്ളിയോട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വന്നില്ല. പിറ്റേ ദിവസം വരാന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പോയി. ബാലൻസ് പൈസ കൊടുക്കണ്ടേ? 1,50,000 ആണെങ്കിൽ 1,25,000 കൊടുത്തിട്ടുള്ളൂ ബാങ്കില്. വിറ്റ് കഴിഞ്ഞാൽ 1,50 കിട്ടൂല്ലോ. ആ പൈസ കൂടെ കിട്ടാൻ വേണ്ടി വന്നതാണല്ലേ? പിറ്റേ ദിവസം വന്ന് പൈസ മേടിച്ചിട്ട് പോയി. 1,50,000 രൂപയ്ക്കാണ് നിങ്ങളുടെ? അതിപ്പോ കണക്ക് നമുക്ക് അറിയില്ല, ഉദ്ദേശം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓ ശരി. കൂടുതൽ പൈസ കിട്ടാൻ വേണ്ടി അയാൾ അവിടെ നിന്ന് എടുത്തപ്പോ നിങ്ങൾ കൊണ്ട് അടച്ചിട്ട് നിങ്ങൾ എടുത്തു, നിങ്ങൾ ഉരുക്കിയിട്ട് ബാക്കി പൈസ കൊടുത്തു അല്ലേ? പൈസ കൊടുത്തു. സെബാസ്റ്റ്യൻ തന്നെയാണ് ഡയറക്റ്റ് വന്നത് അല്ലേ? സെബാസ്റ്റ്യൻ പൈസ മേടിക്കാൻ ഡയറക്റ്റ് വന്നത്.
പിന്നീട് പിറ്റേ ദിവസം അതിന് മുമ്പ് വിളിച്ചതോ ഫോണിലാണ്? ബസ് സ്റ്റാൻഡ് ഫോണിൽ വിളിച്ചു ബാങ്കിൽ ചെല്ലാൻ പറഞ്ഞു. അങ്ങോട്ട് ബാങ്കിൽ ചെന്നു. അത് ഏത് ദിവസമായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മ വരുന്നില്ല ഏത് മാസമാണെന്നെങ്കിലും. 24 ഈ വർഷമല്ല, 2004 ഡിസംബറിലാണല്ലോ. ഡിസംബർ ആ മാസത്തിലാണ്, 12-ാം മാസത്തിലാണ്. 23 ആ ഒരു റേഞ്ചിലാണ്, 23 തൊട്ട് 30 ആ റേഞ്ചിലാണ് ഡേറ്റ്. അപ്പൊ ആ 30-ാം തീയതിക്കുള്ളിൽ വന്നിട്ടുണ്ട് അല്ലെ? ഡിസംബറില് ഇവരെ കാണാതെ, ഈ സ്ത്രീയെ കാണാതെ വന്ന് 24-നാ. 30-ാം തീയതി വന്നിട്ടുണ്ട്. 30-ാം തീയതിക്കുള്ളിൽ വന്നിട്ടുണ്ട് സെബാസ്റ്റ്യൻ അല്ലേ? അവിടെ ബാങ്ക് വന്ന് സ്വർണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അയാൾ പണയം വെച്ചിട്ട് അവിടുന്ന് തന്നെ ഉടനെ തന്നെ വിൽക്കണമെന്ന് ആവശ്യപ്പെടുമായിരുന്നു. അപ്പൊ അവിടെ കുറെ നാൾ വെച്ചിട്ടില്ല അല്ലേ ബാങ്കില്? വെച്ചിട്ടുണ്ടാവുമായിരിക്കും, നമുക്കത് അറിയില്ലല്ലോ. എത്ര നാള് വെച്ചു അവിടെ പലിശ അടിച്ച് കാണുമല്ലോ. അല്ല, ഇവര് മിസ്സിംഗ് ആവുന്നത് 24-നാ. അപ്പൊ അതിന് മുമ്പ് അങ്ങനെയാണെങ്കിൽ ഡിസംബർ 2024 ഡിസംബർ 30 അതിന് മുമ്പ് അവരായിട്ട് ബന്ധമുള്ളതല്ലേ? അതിന് മുമ്പ് വല്ല പണയം എടുത്ത് ശരി അതിന് മുമ്പ് അല്ലേ? ഓക്കെ. ഇത് അങ്ങനെ പഴക്കമുള്ളതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ഇൻട്രസ്റ്റ് അടച്ചിരുന്നു അന്ന്? അതൊന്നും നമുക്കറിയില്ല. നമ്മളിപ്പോ പൈസ കൊടുക്കുന്നു, പുറത്തു നിന്ന് പൈസ കൊടുക്കുന്നു, അയാൾ പോയി അടച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നു സ്വർണം കൊണ്ടുവന്നു. സ്വർണം എന്തൊക്കെ ഉണ്ടായിരുന്നു ചെയ്തത്? അത് ഓർമ്മയില്ല, അതാണ് പ്രശ്നം. അത് അവരവിടെ പോയി അന്വേഷിച്ചപ്പോൾ ഇതൊക്കെ പൊട്ടിയ മാല അത് ഇതൊക്കെ പറയുന്നുണ്ട്. വളയും മാലയൊക്കെയാണോ? അത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഓർമ്മയില്ല. നിങ്ങൾക്ക് ഒരുക്കിയത് ഓർമ്മയില്ല? ഇല്ല, ഞങ്ങൾ ഒരുമിച്ചല്ലേ ഒരുക്കുന്നത്. ഇവിടെ ഒരു ദിവസം എടുക്കുന്ന സ്വർണം 5, 10, 20 പേര് വരും. നിങ്ങൾ റിസീവ് ചെയ്യുന്ന സാധനങ്ങളോ നിങ്ങളൊന്നും നോട്ട് ചെയ്യാറില്ല? അവിടെ നോട്ട് ചെയ്ത് അത് വേറെ കൊണ്ടുപോയി. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഏറ്റുമാനൂരിലെ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട നിർണായകമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. നിർണായകമായിട്ടുള്ള തെളിവുകൾ പുറത്തു വരുന്നു. ഇന്ന് സെബാസ്റ്റ്യനുമായി വീണ്ടും പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ തെളിവെടുപ്പിനെത്തിക്കുന്നു. അതോടൊപ്പം ശരണ്യയുടെ സ്റ്റിംഗ് ഓപ്പറേഷനിൽ സ്വർണം വിറ്റ ജൈനമ്മയുടെ സ്വർണം വിറ്റ ജ്വല്ലറി ഉടമ കാര്യങ്ങൾ, ഈ സെബാസ്റ്റ്യൻ അവിടെ സ്വർണം തനിക്ക് കൊണ്ടുവന്ന് തന്നു, വിൽപ്പന നടത്തി എന്ന കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് ഇന്ന് ശരണ്യ സ്നേഹജൻ രാവിലെ ബ്രേക്ക് ചെയ്ത വാർത്ത. അതായത് കഴിഞ്ഞ 20 വർഷത്തിനിടെ നടന്ന 4 സ്ത്രീകളുടെ തിരോധാന കേസിൽ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്ന രീതിയിൽ ചില സൂചനകൾ പുറത്തു വരുന്നു. അതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലാണ് ഇന്ന് ഈ ബിന്ദുവിൻ്റെ, അതായത് സിന്ധു എന്ന് വിളിക്കുന്ന ബിന്ദുവിൻ്റെ കുടുംബം തന്നെ പറയുന്നത്. എന്താണ് 2020 അന്ന് അവിടെ സംഭവിച്ചത്? ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയായിരുന്നു? ബിന്ദുവിനെക്കുറിച്ച്, ബിന്ദുവിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിരുന്നോ? ടോമ, വളരെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാകുന്ന സ്ത്രീകൾ, പിന്നീട് അവരെ സംബന്ധിച്ച് പോലീസിനോ മറ്റ് അന്വേഷണ സംഘങ്ങൾക്കോ യാതൊരു വിവരവും ലഭ്യമാകുന്നില്ല. അതാണ് ആലപ്പുഴയിലെ ഈ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമികമായ ചിത്രം എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മൾ ഇന്ന് പുറത്തു കൊണ്ടുവന്ന, അതായത് ഈ സെബാസ്റ്റ്യൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് അർത്തുങ്കൽ പോലീസിൽ ഈ സെബാസ്റ്റ്യന് നേരിട്ട് അതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് പോലീസ് നിലവിലത്തെ സാഹചര്യത്തിൽ അത് പരിശോധിച്ചു വരികയുള്ളൂ. പക്ഷേ ചേർത്തലയിൽ നിന്നും ദുരൂഹ സാഹചര്യത്തിൽ 40 വയസ്സിന് മേൽ പ്രായമുള്ള 4 സ്ത്രീകളെ അല്ലെങ്കിൽ 3 സ്ത്രീകളെ കാണാതായി എന്നുള്ളതാണ്. അതിൽ തന്നെ എല്ലാവരും ഇതിൽ പരിശോധിക്കുമ്പോൾ ചില സിമിലാരിറ്റീസ് ഈ കേസിന് വരികയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ ഈ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനിൽ ക്ലോസ് ചെയ്ത ഒരു കേസിന്റെ ഫയൽ അദ്ദേഹം ആവശ്യപ്പെടുകയും അത് ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ നിരീക്ഷിച്ചു വരികയും ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പുറത്തുവിട്ട ബിന്ദു എന്ന് വിളിക്കുന്ന സിന്ധുവിന്റെ തിരോധാനം. ഇവർ ചേർത്തല തിരുവഴ സ്വദേശിയാണ്. 2020 ഒക്ടോബർ 19 ബിന്ദുവിനെ കാണാതാകുന്നത്. ഇവരെ കാണാതാകുന്ന പശ്ചാത്തലത്തിൽ ഇവരുടെ ഒരു കാണാതാകുന്ന അല്ലെങ്കിൽ വീട് വിട്ട് ഇവരെ പോയ ഒരു സാഹചര്യം നമ്മൾ പരിശോധിക്കുമ്പോഴാണ്, അതായത് ബിന്ദുവും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു എന്നുള്ളതാണ്. 2 പെൺമക്കൾ ഉണ്ടായിരുന്നു, ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ്. ഒപ്പം തന്നെ ഈ 2 പെൺമക്കളെ വളർത്തുന്നതിനും അവരുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി വളരെ കഷ്ടപ്പെടുകയും ഈ മൂത്ത പെൺകുട്ടിയുടെ കല്യാണത്തിന്റെ നിശ്ചയം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ബിന്ദുവിനെ കാണാതാകുന്നു എന്നുള്ളതാണ്. അതായത് ഒക്ടോബറിൽ നിശ്ചയം കഴിയുന്നു, നവംബറിൽ കല്യാണം തീരുമാനിച്ചിരിക്കുന്ന ഘട്ടത്തിൽ തീയതി തീരുമാനിച്ചതിന് ശേഷം അന്ന് വൈകിട്ട് അമ്പലത്തിലേക്ക് പോയ ബിന്ദു പിന്നെ തിരികെ വന്നിട്ടില്ല എന്നുള്ളതാണ്. തിരുവിഴ ക്ഷേത്രത്തിൽ നടത്തിയ പരിശോധനയിൽ ബിന്ദു അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് അവർ റോഡിലൂടെ നടന്നു പോകുന്ന ചില കാര്യങ്ങളും
ദൃശ്യങ്ങളിൽ ലഭ്യമായതിനപ്പുറത്തേക്ക് പിന്നെ ഈ സ്ത്രീ എവിടെ പോയി എന്ന് ഇതുവരെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ 1.5 വർഷം മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് അൺഡിറ്റക്റ്റഡ് എന്ന് എഴുതി ആർത്തുങ്കൽ പോലീസ് ഈ കേസ് തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്ത്രീകളൊക്കെ എവിടെ പോകുന്നു എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. എല്ലാവരും ഈ ബിന്ദു ആണെങ്കിൽ ചേർത്തല പഞ്ചായത്ത്, ചേർത്തല സൗത്ത് പഞ്ചായത്ത് 13-ാം വാർഡാണ്. ഇതുപോലെ ഐഷ ചേർത്തല വാറനാട് സ്വദേശിയാണ്. ബിന്ദു പത്മനാഭനും ചേർത്തല പള്ളിപ്പുറം സ്വദേശിയാണ്. ഇവരെ എല്ലാം കണക്ട് ചെയ്യുമ്പോൾ എല്ലാവരും ചേർത്തലയിൽ നിന്നാണ് മിസ്സിംഗ് ആവുന്നത്. മിസ്സിംഗ് ആവുന്ന സ്ത്രീകളൊന്നും തന്നെ പിന്നീട് കാണാതാവുന്നു എന്നുള്ളതാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ജൈനമ്മ എന്ന് പറഞ്ഞ സ്ത്രീ, അതായത് സെബാസ്റ്റ്യൻ വളരെ കുറച്ചേ ആയുള്ളൂ ഏറ്റുമാനൂരിലേക്ക് ഭാര്യയുമായി താമസം മാറിയിട്ട്, ആ ഭാര്യ വീടിനടുത്തുള്ള സ്ത്രീയാണ് ജൈനമ്മ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഈ സ്ത്രീകൾ അങ്ങനെ ആയപ്പോൾ ഈ സംഭവം നേരെ കോട്ടയത്തെ ഒരു സ്ത്രീയിലേക്ക് പോയി എന്നുള്ളതാണ്. ഇതിൽ പോലീസിന് ഒരു കൃത്യമായ നിഗമനമുണ്ട്. അതായത് ഒരു ഹാബിച്വൽ ക്രിമിനലാണ് ഇയാള്. അതുകൊണ്ട് തന്നെ ഈ കേസുകൾ ഈ സ്ത്രീകളൊന്നും തന്നെ ജീവിച്ചിരിപ്പുണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. മാത്രമല്ല ഒരു കൃത്യമായ ഇടവേളകൾ ഇയാൾ ക്രൈമിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം പോകുന്നത്. അങ്ങനെ വിലയിരുത്തുമ്പോൾ 2012 അതായത് 2006 ബിന്ദു പത്മനാഭൻ കാണാതാകുന്നു. ബിന്ദുവിനെ കുറിച്ച് പിന്നെ യാതൊരു വിവരവും ഇതുവരെ ലഭ്യമായിട്ടില്ല. ബിന്ദുവിന്റെ സ്വത്തുക്കൾ ഉൾപ്പെടെ ഇയാൾ തട്ടിയെടുക്കുന്നു. 2013 2012 ഐഷ എന്ന സ്ത്രീ, മുൻ സർക്കാർ ഉദ്യോഗസ്ഥ ഐഷ എന്ന സ്ത്രീ സ്ഥലം എഴുതുന്നതിന് മുൻപ് തൊട്ട് മുൻപ്, അതായത് സ്ഥലം രജിസ്ട്രേഷന്റെ തലേ ദിവസം, അവർ വാങ്ങിയ സ്ഥലം രജിസ്റ്റർ ചെയ്യുന്നതിന്റെ തലേ ദിവസം പണം ആവശ്യമുള്ളപ്പോൾ ഐഷയും മിസ്സിംഗ് ആവുന്നു. അതിനുശേഷം പിന്നീട് ഒരു ഗ്യാപ്പ് വന്ന് പിന്നെ ജൈനമ്മയിലാണ് വരുന്നത്. 12 ശേഷം പിന്നെ 2024 ഈ സെബാസ്റ്റ്യന്റെ ഒരു പശ്ചാത്തലവും അയാളെ അസസ് ചെയ്തത് വെച്ചിട്ട് 2012 മുതൽ 2024 വരെ സെബാസ്റ്റ്യൻ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഇടപെടാതിരിക്കാൻ അല്ലെങ്കിൽ ആ കുറ്റവാസന സെബാസ്റ്റ്യനിൽ നിന്ന് മാറി നിന്നു എന്ന അന്വേഷണ സംഘം ഒരിക്കലും കരുതുന്നില്ല. കാരണം തുടർച്ചയായി കുറ്റവാസനയുള്ള ഒരു വ്യക്തിയായാണ് സെബാസ്റ്റ്യനെ അവർ അസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2013-നും 12-നും 24-നും ഇടയിൽ മറ്റൊരാളുണ്ട് എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് അന്വേഷണ സംഘം. അങ്ങനെയാണ് മിസ്സിംഗ് കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ നടത്തുകയും ഇപ്പോൾ തിരുവഴ സ്വദേശിയായ ബിന്ദു എവിടെ പോയി എന്നുള്ളത് കൂടി ഈ അന്വേഷണത്തിന്റെ പരിഗണനയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയും ചെയ്തത്. നമ്മൾ ബിന്ദുവിന്റെ വീട്ടിൽ എത്തിയിരുന്നു. അതായത് ആസ്ബറ്റോസുകൾ കൊണ്ടടിച്ച 2 മുറി വീട്ടിലാണ് ബിന്ദു താമസിക്കുന്നത്. ഭർത്താവ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഉപേക്ഷിച്ചു പോയി മറ്റൊരു വിവാഹം കഴിച്ചു. 2 പെൺമക്കളായിരുന്നു. ഈ 2 പെൺമക്കളെയും വളർത്തുന്നതിന് വേണ്ടി അരൂരിലെ, ഇവിടെ ചേർത്തലയിൽ നിന്നും അരൂരിൽ പോയി, അരൂരിലെ ചെമ്മീൻ ഫാക്ടറിയിൽ തൊഴിലാളിയായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ്. പക്ഷെ അവർ 2 മക്കളെയും ബിരുദം വരെ പഠിപ്പിച്ചു. മൂത്ത മകളുടെ കല്യാണത്തിന് വേണ്ടിയുള്ള കല്യാണത്തിനാണ് സ്വർണം ഉൾപ്പെടെ ആ അമ്മ ഒറ്റയ്ക്ക് കരുതി വെച്ചിരുന്നു. അത് കഴിഞ്ഞ് കല്യാണ ചിലവിനുള്ള ആവശ്യങ്ങളൊക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ പണം നൽകാമെന്നോ അല്ലെങ്കിൽ അത്തരം ഓഫറുകളിലേക്ക് ഈ ബിന്ദുവിനെ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് കുടുംബം സംശയിക്കുന്നുണ്ട്. മാത്രമല്ല ടോമെ, ഈ കേസിൽ ഈ സ്ത്രീകളൊക്കെ എവിടെ പോയി എന്ന് അന്വേഷിക്കുകയും അതിനകത്ത് ഇതിന് എന്താണ് സംഭവിക്കുന്ന ഒരു ഉത്തരം നൽകാനോ നമ്മുടെ അന്വേഷണ സംഘങ്ങൾക്ക് എവിടെയും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഓരോ കേസുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ഒരു ഘട്ടം കഴിഞ്ഞാൽ എഴുതി തള്ളിപ്പോകുന്ന ഒരു കേസിനപ്പുറത്തേക്ക് ഇതിൽ കൃത്യമായ ഒരു അന്വേഷണമോ നിഗമനത്തിലൊക്കെ എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സെബാസ്റ്റ്യനെ പോലെയുള്ള ആൾ തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയും ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ ഈ കർണാടക ധർമ്മസ്ഥലയിലെ സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ തിരോധാന കേസുകൾ, അതിനുശേഷമുള്ള വെളിപ്പെടുത്തലുമൊക്കെ വിശദമായി പരിശോധിച്ചാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇവിടെ ആലപ്പുഴയിൽ ഒരു കാലയളവിനിടെ, അതായത് ഒരു 20 വർഷത്തിനിടെ നിരവധി സ്ത്രീകളുടെ തിരോധാനം, അതും വീട്ടമ്മമാർ, കുടുംബമുള്ളവർ, അങ്ങനെ അവരുടെ തിരോധാനത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു തുമ്പും ലഭിക്കാതെ ആ കേസിൻ്റെ അന്വേഷണമൊക്കെ അവിടെ അവസാനിപ്പിക്കുന്ന അവസ്ഥ. ഇവിടെ ഈ ബിന്ദുവിൻ്റെ, സിന്ധു എന്ന് വിളിക്കുന്ന ചേർത്തല സ്വദേശിനിയായ ബിന്ദുവിൻ്റെ തിരോധാന കേസിൽ കുടുംബം പരാതി നൽകിയിരുന്നു. അന്ന് പരാതി നൽകിയിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ആ ഗൗരവമായി അത് എടുക്കാതിരുന്നത്? മാത്രമല്ല അന്നൊന്നും ഈ സെബാസ്റ്റ്യനെ കേന്ദ്രീകരിച്ച് യാതൊരു സംശയവും ഉയർന്നു വന്നിരുന്നില്ലേ? കുടുംബത്തിന് അത്തരം ഒരു സംശയം ഉണ്ടായിരുന്നോ? ഇതിലെ ഈ കേസുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് ബിന്ദു പത്മനാഭന്റെ കേസിൽ ഒഴിച്ച് ഒരിക്കലും ഈ മിസ്സിംഗ് ആയ സ്ത്രീകളും സെബാസ്റ്റ്യനുമായി ഡയറക്റ്റ് ബന്ധമുണ്ടെന്ന് ഒരിടത്തും സ്ഥിരീകരിക്കാനോ അല്ലെങ്കിൽ ബന്ധുക്കൾ ഈ പരാതി നൽകാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ബിന്ദു പത്മനാഭന്റെ കേസിൽ ഈ സെബാസ്റ്റ്യൻ എന്നുള്ള പിക്ചറിലേക്ക് വരുന്നത് ബിന്ദുവിന്റെ പേരിലുള്ള സ്വത്തുക്കൾ, കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ ഇയാൾ വ്യാജ പവർ ഓഫ് അറ്റോർണി ഉണ്ടാക്കി ഇയാൾ മറച്ചു വിറ്റു എന്നുള്ളതാണ്. അങ്ങനെ വിൽക്കുന്ന ഘട്ടത്തിലാണ് ബിന്ദുവിന്റെ മിസ്സിംഗിൽ ഇയാൾക്ക് ബന്ധമുണ്ടാകും എന്നുള്ളൊരു
കാര്യത്തിലേക്ക് വരുന്നതും ബിന്ദുവിന്റെ കുടുംബം പരാതി ഉന്നയിക്കുകയും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ജൈനമ്മയുടെ കേസ് പരിശോധിച്ചാലും ഐഷയുടെ കേസ് പരിശോധിച്ചാലും നമ്മൾ ഐഷയുടെ ഈ തുടരന്വേഷണം, അതായത് നമ്മൾ ഈ കുറേ ദിവസങ്ങളായി ഈ സ്ത്രീകൾ എവിടെയാണ് എന്ന് ന്യൂസ് 18 അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവരുടെ കേസുകൾ എന്ത് സംഭവിച്ചു, പോലീസ് എന്തുകൊണ്ട് ഇടപെടുന്നില്ല, അത്തരം വിവരങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഐഷയുടെ കുടുംബമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാരണവശാലും ഐഷയ്ക്ക് സെബാസ്റ്റ്യനുമായി ഒരു ബന്ധവുമില്ല എന്നാണ് മക്കൾ നമ്മളോട് പറയുന്നത്. ആ കേസുമായി കണക്ട് ചെയ്യാനേ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോഴാണ് പിറ്റേ ദിവസം നമ്മൾ പ്രൂവ് ചെയ്യുന്നത്, അതായത് ഐഷ എന്ന് പറയുന്നത് സെബാസ്റ്റ്യനുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളായിരുന്നു എന്നുള്ളത്. അത് നമ്മളോട് ആ കാര്യങ്ങൾ വ്യക്തമാക്കിയത് റോസമ്മ എന്ന സ്ത്രീയാണ്. ഐഷയും റോസമ്മയും സെബാസ്റ്റ്യനും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഐഷയുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് റോസമ്മയുടെ വീട്. റോസമ്മയുടെ വീട്ടിൽ വന്ന നിരന്തരമുള്ള സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഐഷയും സെബാസ്റ്റ്യനുമായി പരിചയത്തിലാകുന്നതും. ഐഷ വീട് സ്വന്തമായി വാങ്ങിയ, മക്കളൊന്നുമില്ലാതെ സ്വന്തമായി വാങ്ങിയ ഭൂമി രജിസ്റ്റർ ചെയ്യുന്നതിന്റെ തലേ ദിവസമാണ് അവർ മിസ്സിംഗ് ആവുകയും ഒപ്പം തന്നെ റോസമ്മ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. രാവിലെ പോയ ഐഷ, സെബാസ്റ്റ്യനിൽ നിന്ന് പൈസ വാങ്ങാനായി പോയ ഐഷ പിന്നീട് മിസ്സിംഗ് ആണ് എന്നുള്ളതാണ്. 2 ദിവസം കഴിഞ്ഞാണ് മക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയം അറിയുന്നതും വ്യക്തമാക്കുന്നതും എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ സെബാസ്റ്റ്യൻ ഈ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഹൈഡ് ചെയ്ത് വെക്കാൻ കൃത്യമായി ശ്രമിച്ചിരുന്ന ഒരാളാണ്. ഇവിടെ റോസമ്മ എന്ന് പറയുന്ന വ്യക്തി പറയുമ്പോഴും ഈ ഐഷയുടെ വീട്ടുകാർ ഒരിക്കലും സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ നമ്മളുടെ അന്വേഷണത്തിൽ കൃത്യമായ ഐഷയും സെബാസ്റ്റ്യനും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിലും ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യനെ കണക്ട് ചെയ്ത് പോലീസ് പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മളോട് വെളിപ്പെടുത്തിയ, റോസമ്മ എന്ന സ്ത്രീ വെളിപ്പെടുത്തിയ നിർണായക കാര്യങ്ങളാണ്. കാരണം ഒരു ഘട്ടം വരെ സെബാസ്റ്റ്യന്റെ പെൺസുഹൃത്തും ഒപ്പം തന്നെ വിവാഹിതരാകാൻ ഇരുവരും തീരുമാനിച്ചിരുന്ന, ഒരുമിച്ചുണ്ടായിരുന്ന 2 പേരാണ് റോസമ്മയും സെബാസ്റ്റ്യനും. താൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്നാണ് റോസമ്മ നമ്മളോട് വ്യക്തമാക്കിയത്. റോസമ്മയാണ് പറയുന്നത് ഇവരുമായി, ഐഷയ്ക്ക് സെബാസ്റ്റ്യനുമായി കൃത്യമായ ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ അപ്പോഴും മക്കൾ പറയുന്നില്ല എന്നുള്ളതാണ്. അതായത് ബന്ധുക്കളുടെ മുന്നിലേക്ക് മറ്റൊന്ന്, മക്കളെ ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് ഇത്തരമൊരു ബന്ധത്തെക്കുറിച്ച്, അതായത് സെബാസ്റ്റ്യനെ കുറിച്ച് യാതൊരു പരാതിയോ അവർ ഉന്നയിച്ചില്ല. മാത്രമല്ല ഇവിടെ ഈ ബിന്ദുവിൻ്റെ കേസിലേക്ക് വന്നു കഴിയുമ്പോഴും അത്തരമൊരു സംശയം ഒരു ഘട്ടത്തിലും ഉയർന്നു വന്നില്ല. ഒരു പക്ഷേ ഈ ഒരു വീട്ടമ്മമാർ, അവരുടെ തിരോധാനം അത് ആ കുടുംബത്തിന് നാണക്കേട് കാരണം, അവരുടെ മക്കളൊക്കെ പ്രായപൂർത്തിയായവരായിരുന്നു. ശരണ്യ സൂചിപ്പിച്ച പോലെ ഈ ബിന്ദുവിൻ്റെ മകളുടെ കല്യാണത്തിന് തൊട്ട് മുൻപാണ് ബിന്ദുവിൻ്റെ തിരോധാനം സംഭവിക്കുന്നത്. ഒരു പക്ഷേ ഏതെങ്കിലും വഴിവിട്ട ബന്ധത്തെ തുറന്ന് ഒളിച്ചോടി പോയതാണോ, അത് പിന്നീട് പുറത്തു വന്നു അതിൻ്റെ അന്വേഷണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുടുംബത്തിന് നാണക്കേടാകുമോ, അതുകൊണ്ട് ഒരുപക്ഷെ പരാതി നൽകാതിരുന്നതായിരിക്കുമോ? അല്ല ടോം, ഏറ്റവും ആക്റ്റീവായി ഈ കേസിൽ ഇടപെട്ടുള്ള ഒന്ന് ബിന്ദുവിൻ്റെ കുടുംബമാണ്. അതായത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇന്ന് നമ്മൾ പുറത്തുവിട്ട തിരുവിഴ സ്വദേശിയായ ബിന്ദുവിൻ്റെ കുടുംബമാണ് ഏറ്റവും ആക്റ്റീവുമായി ഈ കേസിനകത്ത്. അതുങ്ങൾ വെറും പാവങ്ങളാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ 2 മുറി ആസ്ബറ്റോസ് ഷീറ്റ് അടിച്ച മുറിയിൽ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയും സഹോദരിയും 2 പെൺമക്കളും ഒക്കെ ഉള്ള ഒരു വീടാണ്. ബിന്ദുവിൻ്റെ കേസിൽ ബിന്ദു മിസ്സിംഗ് ആയി ഒരു മണിക്കൂർ കഴിഞ്ഞ് ബിന്ദു തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലാണ് പോയത്. അവിടെ പോയി തിരിച്ചു വരാതിരുന്ന ഘട്ടത്തിൽ തന്നെ ബിന്ദുവിൻ്റെ കുടുംബം വളരെ കൃത്യമായി ആർത്തുങ്കൽ പോലീസിലേക്ക് വിവരം കൈമാറുകയും പോലീസും കുടുംബാംഗങ്ങളും ഒരുമിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു സാധനത്തിൽ, ആ ഒരു കേസിനകത്ത് അത്തരത്തിൽ മറ്റ് ദുരൂഹ സാഹചര്യങ്ങൾ നിലവിൽ ഇല്ല എന്നുള്ളതാണ്. അന്വേഷണ സംഘവും അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് അവരൊരു മറച്ചുവെക്കൽ നടത്തുന്നതായി നമുക്ക് തോന്നിയിട്ടില്ല. വളരെ ക്ലിയറായി സെബാസ്റ്റ്യൻ ഇന്നിപ്പോൾ ഇവിടെ ജ്വല്ലറിയിൽ തെളിവെടുപ്പിനായി കൊണ്ടുവന്ന ഘട്ടത്തിൽ സെബാസ്റ്റ്യൻ വളരെ കൂളായി നമ്മൾ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം, ഒന്നുമില്ല ഡപ്പനെ എന്നുള്ള രീതിയിലുള്ള വളരെ കൂളായിട്ടുള്ള റിയാക്ഷൻ ആയിരുന്നു അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. ആ ജ്വല്ലറിക്കകത്ത് നിന്ന് ജ്വല്ലറി ഉടമ നമ്മൾ നേരത്തെ പറഞ്ഞ സിംഗ് ഓപ്പറേഷനിൽ പുറത്തുവിട്ടതുപോലെ തന്നെ ഇപ്പോൾ സാജൻ സേവ്യർ DYSP അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അത് സ്ഥിരീകരിച്ചു, സ്വർണ്ണം ഇവിടെയാണ് വിറ്റത് എന്നുള്ളത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വരില്ലല്ലോ എന്ന മറു ചോദ്യമാണ് ഇവിടെയാണോ വിറ്റത് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായും ശരണ്യ അത് തന്നെയാണ്. കാരണം അതിവിദഗ്ധനായിട്ടുള്ളൊരു കുറ്റവാളി ഇത്രയധികം കൊലപാതകങ്ങൾ ഒരുപക്ഷെ നടത്തിയെങ്കിൽ അത് ഇത്രയും നാൾ അത് പുറത്ത് വന്നിട്ടില്ലെങ്കിൽ അയാൾ അതിസമർത്ഥനായിട്ടുള്ളൊരു ക്രിമിനലാണ്. ഇവിടെ മാധ്യമങ്ങളോട് ഇങ്ങനെയാണ് പ്രതികരിച്ചതെങ്കിൽ സ്വാഭാവികമായും പോലീസിന് മുന്നിൽ അയാൾ പല രീതിയിലുള്ള നാടകങ്ങൾ കളിക്കുന്നുണ്ടായിരിക്കും, പലതും മറച്ചു വയ്ക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വരുന്നുണ്ട്. ശരണ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കാലയളവിൽ, അതായത് ഈ ജൈനമ്മയുടെ തിരോധാനത്തിന് തൊട്ട് പിന്നാലെ സ്വർണം ആ ജ്വല്ലറിയിൽ ആലപ്പുഴയിലെ ജ്വല്ലറിയിൽ കൊണ്ടുപോയി വിറ്റു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ജൈനമ്മയുടെ സ്വർണമാകാം.
അങ്ങനെയെങ്കിൽ ജൈനമ്മയെ അയാൾ കൊലപ്പെടുത്തിയ ശേഷം സ്വർണം തട്ടിയെടുത്ത് കൊണ്ടുപോയി വിറ്റതാകാം. ഇന്നത്തെ തെളിവെടുപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഈ നമ്മളോട് ജ്വല്ലറി ഉടമ വ്യക്തമാക്കിയ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് പോലീസിനും അദ്ദേഹം ക്രൈംബ്രാഞ്ചിനും മൊഴി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് 25 ഗ്രാം സ്വർണ്ണമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ജൈനമ്മയെ കാണാതാകുന്ന ഡിസംബർ 23-നും ഡിസംബർ 24-നും ഡിസംബർ 30-നും 2024 ഡിസംബർ 24-നും 30-നും ഇടയിലാണ് സ്വർണം തനിക്ക് വിൽക്കാനായി വന്നത് എന്നുള്ളത് ജ്വല്ലറി ഉടമയായ വെങ്കടേശ്വർ, അതായത് ഡിവൈഎസ്പി ഓഫീസിന്റെ നേരെ എതിർവശത്തുള്ള ജ്വല്ലറിയിലാണ് ഇത് കൊണ്ട് വിറ്റതെന്നുള്ളത് നമ്മൾ അറിയണം. അങ്ങനെ ഈ പോലീസ് സ്റ്റേഷന് തൊട്ട് മൂക്കിന്റെ തുമ്പത്ത് കിടന്നാണ് സെബാസ്റ്റ്യൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഡിവൈഎസ്പി ഓഫീസിന്റെ തൊട്ട് മുന്നിൽ ഉള്ള ഒരു ചെറിയ ജ്വല്ലറിയിൽ കൊണ്ടാണ് വിറ്റിട്ടുള്ളത്. ഇവിടെ തന്നെയുള്ള കുന്നത്ത് ഫിനാൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് കൊണ്ട് പണയം വെച്ചതെന്നുള്ളതാണ് നമുക്ക് ഈ ഇദ്ദേഹം, അതായത് സദാശിവൻ, ഈ വെങ്കടേശ്വർ ജ്വല്ലറിയുടെ ഉടമ പൂന സ്വദേശിയായ സദാശിവനിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് സെബാസ്റ്റ്യൻ ഇയാളെ ഫോണിൽ വിളിച്ചു, ഈ കുന്നത്ത് ജ്വല്ലറിയിൽ സ്വർണം വെച്ചിട്ടുണ്ട്, പക്ഷെ അത് ജപ്തിയായി പോകുന്നൊരു സാഹചര്യമുണ്ട്, അതുകൊണ്ട് സ്വർണം വിൽക്കാനാണ് എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ പണവുമായി പിറ്റേ ദിവസം നേരിട്ട് ഇവിടെ വന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെ പണവുമായി നേരിട്ട് വന്ന് 1,25,000 രൂപയ്ക്കായിരുന്നു സ്വർണം വെച്ചിരുന്നത്. ഒരു പൊട്ടിയ മാല, അതായത് ജൈനമ്മയുടെ മാല ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു. 1,25,000 രൂപയ്ക്ക് വെച്ച സ്വർണം ഇവർ പണം കൊടുത്ത് എടുത്തു. അതിനുശേഷം അതായത് ഈ ജ്വല്ലറി ഉടമകൾ തന്നെ പണം കൊടുത്തെടുത്തു. 1,50,000 രൂപയാണ് അവർക്ക് അതിന് സെബാസ്റ്റ്യന് നൽകിയത് എന്നുള്ള വിവരം വ്യക്തമാക്കുന്നുണ്ട്. അതിൽ തന്നെ ടോമെ വേറെ കാര്യങ്ങൾ നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ജൈനമ്മയും സെബാസ്റ്റ്യനും തമ്മിൽ അടുപ്പം തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട്. കാരണം നാർക്കോ അനാലിസിസ് ടെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇടക്ക് സെബാസ്റ്റ്യൻ ഒരു കോടതി വിധി, അനുകൂലമായ ഒരു കോടതി വിധി നേടിയിരുന്നു. അതായത് തനിക്ക് ഹൃദയ സംബന്ധമായ തകരാറുണ്ട്, അതുകൊണ്ട് നാർക്കോ അനാലിസിസിന് വിധേയരാക്കരുത്. വളരെ വിദഗ്ധനാണ് സെബാസ്റ്റ്യൻ. അതുകൊണ്ട് തന്നെ അത്തരം ഒരു അഭിഭാഷകരുടെ കൃത്യമായ ട്രെയിനിങ് ഉണ്ട്. കാരണം ഒരു കാലത്ത് ഈ ബിന്ദു പത്മനാഭനെ കബളിപ്പിച്ച ശേഷം അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുത്ത ശേഷം കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ടായിരുന്ന ഒരാളാണ്. അതുപയോഗിച്ച് അന്നത്തെ അന്വേഷണ സംഘത്തെ കൃത്യമായി സെബാസ്റ്റ്യൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പറഞ്ഞ ചേർത്തല പോലീസിൽ, അല്ലെങ്കിൽ പിന്നെ ചേർത്തല പോലീസ് റോസമ്മ ഇന്നലെ പറഞ്ഞത് വളരെ നിർണായക മൊഴിയാണ്. ഐഷയെ കാണാതായി ചേർത്തല പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണ് കാണാതായി മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്ന ഐഷയുടെ ഫോണിൽ നിന്നും ഇവരുടെ കയ്യിലേക്ക് കോൾ വരുന്നത്. ആ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ പോലീസുകാരോട് കൃത്യമായി പറഞ്ഞു, ഇതേ ഐഷയുടെ ഫോണിൽ നിന്ന് കോൾ വരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടും ഒരു അന്വേഷണം ഉണ്ടായില്ല എന്ന് റോസമ്മ വ്യക്തമാക്കുമ്പോൾ ചേർത്തല പോലീസ് ഈ കേസുകളൊക്കെ എങ്ങനെയാണ് അന്വേഷിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. മാത്രമല്ല ഇവിടെ വലിയ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് അതൊക്കെ വിശദമായി പരിശോധിക്കേണ്ട കാര്യമാണ്. പോലീസ് ഈ ഓരോ തിരോധാന കേസുകളും അട്ടിമറിച്ചതാണോ, അതിന് കൂട്ടുനിന്നത് ആരൊക്കെയാണ്, അവരെയും, അതായത് ഇത്തരം കൊലപാതക കേസുകൾ, അത് തിരോധാന കേസുകൾ അട്ടിമറിക്കാൻ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്. കർണാടക ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തിൽ പരാതി പിൻവലിക്കാൻ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയതായി പരാതി. പ്രത്യേക അന്വേഷണ സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥൻ മഞ്ജുനാഥ് ഗൌഡ സാക്ഷിയെ ഭീഷണിപ്പെടുത്തി വീഡിയോ ചിത്രീകരിച്ചെന്നാണ് പരാതി. ഇക്കാര്യം അറിയിച്ച് SIT ഉന്നത ഉദ്യോഗസ്ഥർക്ക് സാക്ഷിയുടെ അഭിഭാഷകൻ പരാതി നൽകി. ധർമ്മസ്ഥലയിൽ ദേശീയപാതയോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് ഇന്നത്തെ പരിശോധന നടക്കുന്നത്. അതേസമയം കൂട്ടക്കൊലപാതക കേസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിലക്കിയ വിവാദ ഉത്തരവ് കർണാടക ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. KV ബൈജു ചേരുന്നു വിവരങ്ങളുമായി. ബൈജു, ഒരു വശത്ത് പോലീസിൻ്റെ അന്വേഷണവും പരിശോധനയും നടക്കുമ്പോഴാണ് ഈ കേസ് അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥ സംഘത്തിലെ പ്രധാനിയായിട്ടുള്ള മഞ്ജുനാഥ ഗൌഡ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയതായിട്ടുള്ള ആരോപണങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഈ കേസ് അട്ടിമറിക്കാൻ പല രീതിയിലുള്ള ശ്രമങ്ങൾ തുടക്കം മുതൽ ഉണ്ടായതാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ആർക്കോ വേണ്ടി മഞ്ജുനാഥ ഗൌഡ ഈ രീതിയിൽ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയിരിക്കാം. എന്താണ് ഈ സാക്ഷിയുടെ അഭിഭാഷകൻ പറയുന്നത്? ടോമെ, രാജ്യം തന്നെ ഞെട്ടിച്ച ഒരു സംഭവം. അതിൽ SITയുടെ, അതായത് പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം തുടങ്ങിയിട്ട് ഒരാഴ്ചയായുള്ളൂ. അപ്പോഴേക്കും ആ കേസിൽ ഗുരുതരമായ ആരോപണവുമായി ഇപ്പോൾ ഇരകളുടെ ഭാഗത്തു നിന്നും, അതായത് അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും, ഇപ്പോൾ പ്രത്യേകിച്ച് സാക്ഷിയുടെ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും ഒരു ആരോപണം വന്നിരിക്കുന്നു. അതായത്
SIT-യിൽ തന്നെ അതിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചത്. അതായത് ഇന്നലെ രാത്രിയാണ് ഇതിന് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രി 1 മണിയോടുകൂടി ഈ സാക്ഷിയെ ബെൽത്തങ്ങാടിയിലുള്ള ക്യാമ്പ് ഓഫീസിൽ, അതായത് SIT-യുടെ ക്യാമ്പ് ഓഫീസിൽ ഒരു മുറിക്കകത്ത് ഇത്തരത്തിൽ അടച്ചുപൂട്ടി അവിടെ നിന്ന് ഒരു വീഡിയോ ചിത്രീകരിക്കുകയാണ് ഇയാൾ. ആ വീഡിയോയിൽ തനിക്ക് ഇത് വ്യാജ പരാതിയാണെന്നും ഇതിന്റെ പിന്നിൽ ഇങ്ങനെയൊക്കെയുള്ള ആളാണെന്നും ഇയാളുടെ പേഴ്സണൽ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് വെക്കുന്നു എന്നാണ്. അത്തരമൊരു ഗുരുതരമായ ആരോപണമാണ് ഇന്ന് രാവിലെ അഭിഭാഷകർ ഉന്നയിച്ചത്. ഏതായാലും ഈ കേസിൽ ഇപ്പോൾ ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം, ഈ പോലീസ് ഓഫീസറെ ഇപ്പോൾ ഈ ഒരു ടീമിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന ഒരു ഏറ്റവും പുതിയ വിവരം വരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ അഭിഭാഷകർ ഉന്നയിച്ച ഈ ആരോപണം ശരിവെക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നിലവിൽ ധർമ്മസ്ഥലയിലെ 9ാം പോയിന്റിലാണ് പരിശോധന നടക്കുന്നത്. ടോമെ, ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് SIT-യുടെ അന്വേഷണം നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. വളരെ രഹസ്യാത്മകമായാണ്, രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് തിരച്ചിൽ നടത്തി ഏതെങ്കിലും വസ്തുക്കൾ, മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു എന്ന് മാധ്യമങ്ങളെ അറിയിക്കുന്ന രീതിയല്ല SIT-യുടേത്. അത് കൃത്യമായി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ച് ഏറ്റവും ഒടുവിൽ ഇതിന്റെ കാര്യം മാധ്യമങ്ങളിലൂടെ അത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാനാണ് SIT തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ വസ്തുക്കൾ, ഏതൊക്കെ സംഭവങ്ങൾ ഇവിടുന്ന് കിട്ടിയെന്ന കാര്യത്തിൽ SIT-യുടെ ഭാഗത്ത് ഒരു വിശദീകരണം ഇപ്പോഴുമില്ല. നമ്മുടെ ക്യാമറ കണ്ണുകളിൽ വന്നതുകൊണ്ട് മാത്രമാണ് 6ാമത്തെ സ്പോട്ടിൽ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്, ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നതും അങ്ങനെ ഒരു സ്ഥിരീകരണം ഉണ്ടായതും. ഏതായാലും ആ സംഭവത്തിൽ 15ഓളം ലഭിച്ചത്. എത്ര പേര് ഇപ്പോൾ നടക്കുന്ന പരിശോധനയിൽ പല നിർണായകമായിട്ടുള്ള തെളിവുകളും ലഭിച്ചിട്ടുണ്ടാകുമോ? കാരണം ഇവിടെ ഏകദേശം 7-8 പോയിന്റുകൾ, സ്പോട്ട് പോയിന്റുകളിൽ പോലീസിന്റെ പരിശോധന പൂർത്തിയായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും പരിശോധന തുടരുന്നു. ചില നിർണായകമായിട്ടുള്ള, അതായത് ഈ നമ്മൾ കണ്ടത് 3ാം ദിവസം കണ്ടെത്തിയ അസ്ഥികൂടത്തിനപ്പുറം കൂടുതൽ തെളിവുകൾ ഈ സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ബൈജു? ടോമെ, തീർച്ചയായും അത്തരം കണ്ടെത്തലുകൾ ഇതിൽ ഉണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഓരോ ദിവസവും ഇവർക്ക് ഇവിടുന്ന് ലഭിക്കുന്ന തെളിവുകളും ഇത്തരത്തിലുള്ള വസ്തുക്കളുമൊക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നാൽ ഒരു പക്ഷേ വലിയ തോതിലുള്ള സംഘർഷാവസ്ഥ, അതായത് പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്ന അതല്ലെങ്കിൽ ആരോപണ വിധേയമായ ആളുകൾക്ക് നേരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അത് വലിയ തോതിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായമായുള്ള ഒരു പ്രശ്നമോ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് DGP കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു കാര്യവും ഇത്തരത്തിൽ മാധ്യമങ്ങളിലൂടെ അറിയിക്കരുതെന്ന്. നമുക്കിപ്പോൾ കാണാം ദൃശ്യങ്ങളിൽ, ഇവിടെ കൃത്യമായ ഇതിന് ചുറ്റും പച്ച തുണി ഇതിൽ ചുറ്റും കെട്ടിയതിനു ശേഷമാണ് ഈ പരിശോധന നടക്കുന്നത്. കാരണം ഏതെങ്കിലും ഒരു കാരണവശാൽ മാധ്യമങ്ങളിലൂടെയോ മറ്റോ അവിടുന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ ഇവിടുന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ പുറത്തു പോകരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇനി 13 സ്പോട്ടുകളാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. 8 സ്പോട്ടുകൾ ഇന്നലെ പൂർത്തിയായി. 8 വളരെ നിർണായകമായിരുന്നു. അവിടെ നിന്നും എന്തൊക്കെ വസ്തുക്കൾ കിട്ടി, അതല്ലെങ്കിൽ കിട്ടിയില്ല, ഇതൊന്നും ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. 9ാമത്തെ സ്പോട്ടിലാണ് ഇന്ന് 11:00-ഓടുകൂടി ഇത്തരത്തിൽ പരിശോധന ആരംഭിച്ചത്. എന്തായാലും ഇനിയുള്ള 4 സ്പോട്ടുകൾ, 12 സ്പോട്ടുകൾ അത് റോഡിന് ചേർന്ന് കിടക്കുന്നതാണ്. വനമേഖലയാണെങ്കിലും റോഡിന് തൊട്ട് ചേർന്ന് കിടക്കുന്നതാണ്. മറ്റൊരു തരത്തിലുള്ള നിർമ്മിതിയൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ വർഷങ്ങളുടെ മുൻപ് ഇത്തരത്തിൽ അവിടെ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. എന്നാലും ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് നിന്നും ക്യാമറ കണ്ണുകളിലൂടെ ഒരു മൃതദേഹാവശിഷ്ടം ലഭിക്കുന്നത് മാത്രമാണ് ഇപ്പോൾ ദൃശ്യം പുറത്തു വന്നത്. മറ്റെല്ലാം കവർ ചെയ്തുകൊണ്ടും വനത്തിനകത്തുമാണ് ഇത്തരത്തിൽ മൃതദേഹ പരിശോധന നടന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. SIT ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചുവെന്നോ ലഭിച്ചില്ല എന്നോ ഇങ്ങനെ ഒരു മറുപടിയും പറഞ്ഞില്ല. ടോമെ, ഇതിനിടയിൽ തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് വന്നിട്ടുള്ളത്, ഈ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്താനുള്ള അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന വായ മൂടിക്കെട്ടുന്ന ഒരു നിയമം കൊണ്ടുവരുന്നു, ഗാഗ് ഓർഡർ. അത് ഹൈക്കോടതി പൂർണ്ണമായും റദ്ദ് ചെയ്തിരിക്കുന്നതാണ്. അത് മാധ്യമപ്രവർത്തകരുടെ വിജയമാണ്. 354 ഇത്തരത്തിലുള്ള ഓൺലൈൻ പോർട്ടലുകൾ, ന്യൂസ് 18 ഉൾപ്പെടെയുള്ള ചാനലുകൾ ഈ ഒരു ഇതിൽ പരിധിയിൽപ്പെടുന്നതായിരുന്നു. അതായത് പല പേരുകളും, ഇവിടെയുള്ള പല ആളുകളുടെയും പേര് പറയരുത്, ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നിയമമായിരുന്നു അത്, ഗാഗ് ഓർഡർ. അത് ബെൽത്തങ്ങാടി സിവിൽ കോർട്ടാണ് ഇത്തരത്തിൽ എതിർകക്ഷികളെ കേൾക്കാതെ ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചത്. അതിൽ
കൃത്യമായി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ഇത് ഏകപക്ഷീയമായ ഒരു ഓർഡറാണ്. ഇത് ഇത്തരം കാര്യങ്ങൾ അത് ജുഡീഷ്യറിക്ക് തന്നെ നാണക്കേടാണ്. മാധ്യമ സ്വാതന്ത്ര്യം അത് ഹനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അത് പൊതുജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ അറിയുന്നത് തടസ്സമാകുന്നതുകൊണ്ട് തന്നെ ഇത്തരം ഓർഡർ ഒരു കാരണവശാലും നിലനിൽക്കുന്നെന്നും അങ്ങനെ റദ്ദ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് ഏതായാലും ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ, ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇതുവഴി കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അഭിഭാഷക സംഘം ഇതിന് പിന്നിലായിരുന്നു. സുപ്രീം കോടതിയിൽ പോയപ്പോൾ കർണാടക ഹൈക്കോടതിയെ സമീപിക്കാനായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത്. അങ്ങനെയാണ് ഇത് കർണാടക ഹൈക്കോടതിയിൽ പോയതും ഇന്നലെ വൈകിട്ടോടുകൂടി ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതും. എന്തായാലും ഇന്ന് രണ്ട് പ്രധാന സംഭവം ഇത് തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ആരോപണ വിധേയനായ മഞ്ജുനാഥ ഗൌഡ എന്ന സിർസി പോലീസ് സ്റ്റേഷനിലെ ഓഫീസർ SIT ടീമിലെ അംഗമാണ്. ഇയാളെ ഇപ്പോൾ ഇതിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ സൂചിപ്പിച്ചതുപോലെ മഞ്ജുനാഥ ഗൌഡയെ അന്വേഷണ സംഘത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. ഈ രീതിയിലുള്ള ആരോപണം, അതായത് സാക്ഷിയെ സ്വാധീനിക്കാൻ, ഭീഷണിപ്പെടുത്താനുള്ള നീക്കങ്ങൾ മഞ്ജുനാഥ ഗൌഡയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്, അത്തരം പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അന്വേഷണ സംഘത്തിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നത്. ബൈജു, ഇപ്പോൾ ഏത് പോയിന്റിലാണ് പരിശോധന നടക്കുന്നത് എന്ന് കൂടി അറിയണം. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ അസ്ഥികൂടം അത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടോ? ഇനി എത്ര ദിവസം കൂടി ഈ സ്ഥലങ്ങളിൽ, ഈ 13 സ്പോട്ടുകളിലായി എത്ര ദിവസം കൂടി പരിശോധന വേണ്ടിവരും ബൈജു? ടോമെ, ഇന്ന് രാവിലെ 11 കൂടിയാണ് ഇയാളെ ശുചീകരണ തൊഴിലാളിയെ കൂട്ടി പ്രത്യേക അന്വേഷണ സംഘം ഇവിടെ എത്തുന്നത്. 8ലെ പരിശോധന ഇന്നലെ പൂർത്തിയായിരുന്നു. പൂർണ്ണമായും കവർ ചെയ്തുകൊണ്ടായിരുന്നു 8ലെ പരിശോധന. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് എന്തൊക്കെ വസ്തുക്കൾ ലഭിച്ചു, വല്ല മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചോ, ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു സ്ഥിരീകരണവുമില്ല. ഇന്ന് രാവിലെ 9ലാണ് പരിശോധന നടക്കുന്നത്. മാർക്ക് ചെയ്ത പോയിന്റ് 9. ഇനി 10, 11, 12 സമാനമായ 500 മീറ്റർ മാത്രം ദൂരത്തിലുള്ള സ്ഥലങ്ങളാണ്. ഒരു പക്ഷേ ഒരു 4 ദിവസം കൊണ്ട് 13 വരെയുള്ള ഈ മാർക്ക് ചെയ്ത സ്ഥലങ്ങൾ പൂർത്തിയാക്കാൻ പറ്റും. അതിനുശേഷം മാത്രമേ ഇനി മറ്റ് ഏതൊക്കെ ഇടങ്ങളിൽ, അതായത് ഇനി പരിശോധിക്കാനുള്ളത് സ്വകാര്യ വ്യക്തികളുടെ എസ്റ്റേറ്റും മറ്റുമാണ്. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്നും ഇത്തരത്തിൽ അനുമതി വാങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ കോടതിയിൽ ഇതിനായി അനുമതിക്കായി അപേക്ഷിച്ചിരുന്നു. എന്തായാലും കോടതിയുടെ അനുമതിയോട് കൂടിയാണ് മറ്റിടങ്ങളിൽ, അതായത് സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലേക്കുള്ള അന്വേഷണം നടക്കൂ. ഇതിൽ കൃത്യമായി 100-ലധികം ആളുകളെ ഇത്തരത്തിൽ കൊലപ്പെടുത്തി, അതിൽ കൂടുതലും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളാണ്, സ്ത്രീകളാണ് എന്ന ഒരു വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലുണ്ട്. ഇത്രയും ഗൗരവമുള്ള ഒരു വെളിപ്പെടുത്തലിൽ ഇത്രയും ഗൗരവമായ ഒരു അന്വേഷണം നടക്കുമ്പോഴാണ് ഇതിലൊരു ഉദ്യോഗസ്ഥൻ തന്നെ, അതായത് കള്ളൻ കപ്പലിൽ തന്നെ എന്നൊക്കെ പറയുന്നത് പോലെയാണ്, ഇതിലൊരു ഉദ്യോഗസ്ഥൻ തന്നെ ഇതിൽ ഏക സാക്ഷിയാണ്. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഓരോ രീതിയിലും ഓരോ ആളുകളുടെയും ആ വിഷമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ആ കേസിൽ ഏക സാക്ഷിയാണ്. ഈ സാക്ഷി ഇല്ലാതായാൽ പിന്നീട് ഈ കേസ് ഒരു കാരണവശാലും മുന്നോട്ട് പോകില്ല. കാരണം ഇതിന് പല കാര്യങ്ങളും ഇയാൾക്കാണ് ഇത് അറിയുന്നത്. അത് തെളിവായി കോടതിയിലും വരേണ്ടതുണ്ട്. എന്തായാലും ഇദ്ദേഹം നൽകിയ മൊഴി, അതിൽ ഈ കുഴിച്ചിട്ട സ്ഥലങ്ങൾ, എത്ര മൃതദേഹങ്ങൾ, സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ഉദ്യോഗസ്ഥന് മഞ്ജുനാഥ ഗൌഡ ആർക്കു വേണ്ടിയാണ് ഭീഷണിപ്പെടുത്തിയത്? അതിന് പിന്നെ പല ഉന്നതർക്കും ഈ ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരയിൽ പങ്കുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. ഇതിനു മുൻപ് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് കേസ് ഇതിൻ്റെ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ പോലും ഉണ്ടായതാണ്. അതിൻ്റെ ഭാഗമായിട്ടാകാം സ്വാഭാവികമായും മഞ്ജുനാഥ ഗൌഡയും ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. മാത്രമല്ല, അതോടൊപ്പം അറിയേണ്ടത് ബൈജു, നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സാക്ഷി നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്ന നടപടികൾ നടക്കുന്നുണ്ട്. ഈ ഒരു വശത്ത് തിരച്ചിലുണ്ട്. അതോടൊപ്പം പ്രത്യേകിച്ചും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഒരു അന്വേഷണ രീതി അതൊരു വളരെ രഹസ്യ സ്വഭാവമുള്ളതാണ്. ഈ നേരത്തെ തന്നെ സാക്ഷി വെളിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും അന്വേഷണ സംഘം ഈ പരിശോധനയ്ക്ക് സമാന്തരമായി തന്നെ ചോദ്യം ചെയ്യൽ നടത്തുന്നുണ്ടോ? ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ ബൈജു? ഇപ്പോൾ പരിശോധന ധർമ്മസ്ഥലയിൽ ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിശോധന നടക്കുകയാണ്. ഒരു രഹസ്യ സ്വഭാവം ഇതിൽ കാത്തു സൂക്ഷിക്കേണ്ടത്. ബൈജു, കെ വി ബൈജുവിലേക്കുണ്ട്. ബൈജു, ഇപ്പോഴെങ്ങനെയാണ് ഈ പരിശോധനയ്ക്കൊപ്പം തന്നെ ഈ സാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും ചോദ്യം ചെയ്യുന്ന നടപടികൾ ഒരു വശത്ത് നടക്കുന്നുണ്ടോ ബൈജു?
ടോമെ, അത്തരം നടപടികളിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിട്ടില്ല. പ്രധാനമായും ഇതിന്റെ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിനെല്ലാം ശേഷം മാത്രമേ അത്തരം നടപടികളിലേക്ക് കടക്കൂ. അതായത് ഏറ്റവും ചുരുങ്ങിയത് 13 പോയിന്റെങ്കിലും പരിശോധിക്കുക. ആ പോയിന്റ് പരിശോധിച്ച ശേഷം മാത്രമേ അത്തരം നടപടികളിലേക്ക് കടക്കൂ. പക്ഷേ ഇപ്പോൾ ആരോപണ വിധേയരായ അതല്ലെങ്കിൽ സാക്ഷി മൊഴി നൽകിയ ആളുകൾ, സൂപ്പർവൈസർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ SITയുടെ നിരീക്ഷണത്തിൽ തന്നെയുണ്ട്. അത് എന്തായാലും ഏത് സമയത്തും SIT അവരെ ചോദ്യം ചെയ്തേക്കാം. ഏതായാലും ഈ ഒരു നടപടി കഴിഞ്ഞതിന് ശേഷം ടോമ, ഇതിൽ ഓർക്കേണ്ടത് വെറും 5 ദിവസം മാത്രമേ ആയുള്ളൂ ഈ പരിശോധന എന്നതാണ്. ഈ 5 ദിവസം കൊണ്ട് ഇത്രയും ഗൗരവമായ ഒരു ആരോപണമാണ്. അതായത് നമുക്ക് കേട്ടുകേൾവി ഇല്ലാത്ത രീതിയിലുള്ള 100ഓളം ഇത്തരത്തിൽ യുവതികളെയും പ്രായപൂർത്തിയാവുന്നതൊക്കെ വലിയ തോതിൽ ഇത്തരത്തിൽ കൊലപാതകം ചെയ്ത് കുഴിച്ചിട്ട ഇത്രയും ഗൗരവമായ ഒരു സംഭവമാണ്. അതിൽ വളരെ ഗൗരവമായ ഒരു അന്വേഷണം തന്നെ വേണ്ടതുണ്ട്. അതല്ലാതെ ഇതിൽ ഓരോ വിവരങ്ങളും അപ്പോൾ ഇത്തരത്തിൽ പൊതുസമൂഹത്തിലേക്ക് എത്തിച്ച് അതിന്റെ കേസ് അട്ടിമറിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ തന്നെ ഇതിൽ കേസ് അട്ടിമറിക്കാൻ ഓരോരാളുടെ ഇടപെടൽ, അതായത് പോലീസ് ഉദ്യോഗസ്ഥരുടെ തന്നെ ഇടപെടൽ വരുന്നത് പോലെ അത് പുറത്തുനിന്നും പലതരത്തിലുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ വരും. അതാണ് ഏറ്റവും ഈ ഗാഗ് ഓർഡർ എന്ന് പറയുന്നത്. മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടാൻ വലിയ ശ്രമമുണ്ടായി, പക്ഷേ അതിപ്പോൾ പൊളിഞ്ഞിരിക്കുന്നു. സാക്ഷിയെ തന്നെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമമുണ്ടായി, അതും ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നു. കാരണം ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി വരുമെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. അതേതായാലും വരും ബുള്ളറ്റിനുകളിൽ തന്നെ അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. DGP ഈ കേസിൽ നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നതാണ്. അത്രത്തോളം ഗൗരവം ഉള്ള ഒരു കേസാണ്. കർണാടക മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ഇങ്ങനെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ ആ അന്വേഷണം വളരെ സുതാര്യമായിരിക്കണം. ഇതിൽ ഗൗരവം ഉണ്ടാവണം. കൃത്യമായ ഒരു ശാസ്ത്രീയമായ തെളിവുകൾ വേണം. അത്തരം തെളിവുകൾ ഉണ്ടായാൽ മാത്രമേ പ്രതികളിലേക്ക് എത്താൻ പറ്റും, യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ പറ്റൂ. ഒപ്പം ആരൊക്കെയാണ്, ഇതൊരു ചെറിയൊരു ആളുകളല്ല, ഒരുപാട് ഉന്നതരായ ആളുകളുണ്ട്, ഒരുപാട് ഗുണ്ട സംഘങ്ങളുണ്ട്. അത്തരം ആളുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇത്തരത്തിലുള്ള വിശദമായ പരിശോധന, വിശദമായ സത്യങ്ങൾ, ഇത്തരത്തിലുള്ള പരിശോധന ഉണ്ടായാൽ മാത്രമേ ഇതിൽ യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ സാധിക്കൂ. അതല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ള കണ്ണികൾ, അതായത് ഇയാൾക്ക് മൃതദേഹങ്ങൾ കൊടുത്തു എന്ന് പറയുന്ന, ഇയാൾ ഏൽപ്പിച്ചു എന്ന് പറയുന്ന ആളുകളിലേക്ക് ഒരുപക്ഷെ ഒതുങ്ങിയേക്കാം. അതല്ല SITയുടെ കൃത്യമായ ഇതിൽ IPS ഉദ്യോഗസ്ഥരായ 4 പേർ വളരെ സത്യസന്ധരായ ഉദ്യോഗസ്ഥരാണ്. ഒരുപക്ഷെ താഴെക്കീഴിലുള്ള ഈ ഉദ്യോഗസ്ഥരായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഈ ആളുകൾക്ക് വേണ്ടി ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത്. എന്നാലും അത് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ഇന്ന് സാക്ഷി സഹകരിക്കില്ല എന്ന് പറഞ്ഞു, ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. DGP അപ്പോൾ തന്നെ നേരിട്ട് ആ കേസിൽ ഇടപെടുകയും അയാളെ മാറ്റി നിർത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഇന്ന് 9ാം പോയിന്റിലെ പരിശോധന ആരംഭിച്ചത്. എന്തായാലും പൂർണ്ണമായും തുണി കൊണ്ട് മറച്ച ആ ഒരു പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് ഒരു പക്ഷേ 9ഉം 10ഉം അങ്ങനെ 2 പോയിന്റ് ഇന്ന് പരിശോധിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച നാളത്തെ പരിശോധന ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. തിങ്കളാഴ്ചയോടുകൂടി ഇപ്പോൾ മാർക്ക് ചെയ്ത മുഴുവൻ പ്രദേശങ്ങളും SITയുടെ അന്വേഷണം പൂർത്തിയാകും. ഇനി ഭാവി പരിപാടി എന്താണെന്നുള്ളത് കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും തീരുമാനിക്കുക. എന്തായാലും നിർണായകമായ ഒരു വാർത്താ സമ്മേളനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ബംഗളൂരുവിലായിരിക്കും. DGP നേരിട്ടായിരിക്കും അത്തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനം നടക്കുക. ആ വാർത്താ സമ്മേളനത്തിലായിരിക്കും ഇതിന്റെ യഥാർത്ഥ വസ്തുതകൾ, എന്തൊക്കെ ലഭിച്ചു, എന്തൊക്കെ ഇതിൽ തെളിവുകൾ ശേഖരിച്ചു, ഇനി അടുത്ത നീക്കം എന്ത് എന്നുള്ളത് ഔദ്യോഗികമായുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാവും. എന്തായാലും നിലവിൽ ഒരു സ്ഥലത്ത് 6ാമത്തെ പോയിന്റിൽ വ്യക്തമാണ്. ധർമ്മസ്ഥലയിൽ നിന്ന് KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ബൈജു സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും ധർമ്മസ്ഥലയിലെ സ്ഥലങ്ങളിൽ വിവിധ സ്പോട്ട് പോയിന്റുകളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിശോധന നടത്തുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തലവൻ ഉടൻ തന്നെ മാധ്യമങ്ങളെ കാണുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇനി കൂടുതൽ ആളുകളുടെ അസ്ഥികൂടങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ അവിടെ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് രഹസ്യ സ്വഭാവം അന്വേഷണ സംഘം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിൻ്റെ പുരോഗതി സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം കോടതിയെ അറിയിക്കും. ഇതോടൊപ്പം മാധ്യമങ്ങളെയും, അതായത് പുറം ലോകത്തെയും അറിയിക്കാനുള്ള നീക്കങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം, ഇടവേള കഴിഞ്ഞ്. YG presents News 18 Anti-Drugs Awareness Campaign. സമൂഹത്തെയും വ്യക്തികളെയും നശിപ്പിക്കുന്ന തിന്മകൾ തീർച്ചയായും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. നമുക്ക് ഇതൊരു പോരാട്ടമാക്കി ഏറ്റെടുക്കാൻ വേണ്ടി കഴിയണം. As a human being, it is our duty to look after everyone.
ആ സിനിമയിൽ ശരിക്കും പറഞ്ഞൊരു 10% മാത്രമേ കാണിച്ചിട്ടുള്ളൂ. മക്കളാൽ എപ്പോഴാണ് കൊല്ലപ്പെടുക എന്നറിയാം. ഒരമ്മ എന്നോട് പറഞ്ഞതാ എന്റെ മകൻ ഇപ്പൊ കിടക്കുന്ന കള്ളന്മാരുടെ കൂടെയാ. ഭീകരമായ ഒരു വ്യാളിയിലാണ് നമ്മുടെ യുവാക്കൾ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നത്. അരുതരുതു മക്കളെ നിങ്ങൾ ഈ വഴിയിലൂടെ അറിയാതെ പോലും. നമ്മൾ ഇതുവരെ എങ്ങനെ ജീവിച്ചു കംപ്ലീറ്റ് ഇല്ലാതാക്കുന്നൊരു നമ്മൾ നമ്മുടെ ലൈഫ് തന്നെയാണ് സ്പോയിൽ ചെയ്യുന്നത്. ഈ സ്റ്റേജ് കാണുമ്പോൾ ഭയങ്കര കൊതിയാവുന്നു. ഞാൻ എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞാൽ അതൊരു തന്ത വൈബായി പോകും. നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. ജസ്റ്റ് സേയിങ് നോ ടു ഡ്രഗ്സ്. അതുകൊണ്ടൊരു മാറ്റം ഉണ്ടാവില്ല. കോഴിക്കോടിന്റെ നന്മ സ്നേഹവും നശിച്ചിട്ടില്ല. YG presents News 18 Anti-Drugs Awareness Campaign. സമൂഹത്തെയും വ്യക്തികളെയും നശിപ്പിക്കുന്ന തിന്മകൾ തീർച്ചയായും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. നമുക്ക് ഇതൊരു പോരാട്ടമാക്കി ഏറ്റെടുക്കാൻ വേണ്ടി കഴിയണം. As a human being, it is our duty to look after everyone. ആ സിനിമയിൽ ശരിക്കും പറഞ്ഞൊരു 10% മാത്രമേ കാണിച്ചിട്ടുള്ളൂ. മക്കളാൽ എപ്പോഴാണ് കൊല്ലപ്പെടുക എന്നറിയാം. കോഴിക്കോട് പശുക്കടവ് പോങ്ങാട് മലയിൽ പശുവിനെ മേയ്ക്കാൻ പോയ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. കാട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. പശുക്കടവ് സ്വദേശിനി ബോബിയാണ് മരിച്ചത്. ഇന്നലെ രാത്രി നടന്ന തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പശുവിൻ്റെ ജഡവും അവിടെ നിന്നും കിട്ടിയിരുന്നു. ഷോക്കേറ്റാണ് മരണം സംഭവിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. MS അനീഷ് കുമാർ ചേരുന്ന വിവരങ്ങളുമായി. അനീഷ്, തുടക്കത്തിൽ പല സംശയങ്ങളും ചില ദുരൂഹതകളൊക്കെ ഉയർന്നു വന്നതാണ്. പക്ഷേ ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നു മറ്റ് ദുരൂഹതകളില്ല, ഷോക്കേറ്റാണ് മരിച്ചതെന്ന്. എന്താണ് ഏറ്റവും ഒടുവിൽ പോലീസിന്റെ കണ്ടെത്തൽ? ടോമോ, വലിയ ആശയക്കുഴപ്പമായിരുന്നു ഈ പശുവും ഒപ്പം ഈ വീട്ടമ്മയും മരിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. കാരണം പശു മരിച്ചെടുത്തതെന്നും ഏതാണ്ട് 10 മീറ്റർ ഇപ്പുറത്താണ് ആ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കമായത്. പശുവിനെ പതിവായി വനാതിർത്തിയോട് ചേർന്നുള്ള ഇടങ്ങളിൽ മേയ്ക്കാൻ വിടുന്നതാണ്. പക്ഷേ വൈകുന്നേരമായിട്ടും സാധാരണ മടങ്ങി എത്താറുള്ള പശു തിരിച്ചെത്തിയില്ല. ഇതേ തുടർന്ന് പശുവിനെ തിരഞ്ഞ് വീട്ടമ്മ കാട്ടിലേക്ക് അല്ലെങ്കിൽ വനാതിർത്തിയിലേക്ക് പോയി. പക്ഷേ ഏറെ നേരം കഴിഞ്ഞിട്ടും രാത്രിയായിട്ടും ഈ ബോബി തിരിച്ചു വരാത്ത സാഹചര്യത്തിലാണ് കുടുംബം അവരെ തിരഞ്ഞു പോയത്. പിന്നീട് നാട്ടുകാരെ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സും പോലീസും ഒക്കെ സ്ഥലത്തെത്തുകയും ഇവർക്കായി ഊർജിതമായി തിരച്ചിൽ നടത്തുകയും ചെയ്തു. പിന്നീടാണ് വനാതിർത്തിയോട് ചേർന്നുള്ള ഒരു പറമ്പിൽ ഈ വീട്ടമ്മയുടെയും പശുവിൻ്റെയും മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും തെരച്ചിലിൽ ഈ മൃതദേഹം കണ്ടെത്തിയപ്പോഴേക്കും രാത്രിയായിരുന്നു. വലിയ കോടമഞ്ഞൊക്കെ ഉള്ള സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചൊരു വ്യക്തത നാട്ടുകാർക്കോ അല്ലെങ്കിൽ തെരച്ചിലിന് പോയവർക്കോ ഉണ്ടായില്ല. ശരീരത്തിൽ കാര്യമായ പാടുകളോ മുറിപ്പാടുകളോ ബലപ്രയോഗത്തിൻ്റെ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഉരകങ്ങൾ കടിച്ചതുമായി ബന്ധപ്പെട്ട അത്തരമൊരു ലക്ഷണങ്ങളൊന്നും പ്രകടമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പശു ചത്തു കിടക്കുന്നു, അതിന് അടുത്തായി ഈ വീട്ടമ്മയും മരിച്ചു കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഹൃദയാഘാതം ഉണ്ടായതോ അല്ലെങ്കിൽ ഈ പശു എന്തെങ്കിലും കാരണത്താൽ ചത്തുപോവുകയും പിന്നീട് ഇത് കണ്ട വീട്ടമ്മ, കാരണം അവരുടെ ഒരു ജീവനോപാധി ഇതൊക്കെ ആയതുകൊണ്ട് അത്തരത്തിലൊരു സംശയമൊക്കെ ഉയരുകയും ചെയ്തിരുന്നു. എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തു ഈ മൃതശരീരം. അപ്പോഴാണ് ഷോക്കേറ്റാണ് മരിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തിയത്. കയ്യിൽ ഈ പൊള്ളലേറ്റ പാടുകൾ ഈ ഷോക്കടിക്കുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ചില പാടുകൾ കണ്ടെത്തിയിരുന്നു. ഒപ്പം പോസ്റ്റ്മോർട്ടം നടപടികളിൽ ഇത് ഷോക്കേറ്റാണ് മരിച്ചതെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഈ പലയിടങ്ങളിലും ഈ വനമേഖലയോട് ചേർന്ന കൃഷിയിടങ്ങളിൽ ഈ വന്യമൃഗശല്യം ഒഴിവാക്കാൻ, പ്രത്യേകിച്ചും പന്നിയും മറ്റുമൊക്കെ ഒഴിവാക്കാനുള്ള കെണികൾ അനധികൃതമായി സ്ഥാപിക്കുന്നത് പതിവാണ്. അടുത്ത കാലത്തായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നായി ഇത്തരം പന്നിക്കണികളിൽ നിന്നും ഷോക്കേറ്റ് ആളുകൾ മരിക്കുന്നതും പതിവായിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു അനധികൃത കെണിയിൽ നിന്നാണ് ഈ ബോബിക്ക് ഷോക്കേറ്റതെന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ മൃതശരീരങ്ങൾ കടന്നെടുത്തതെന്നും ഏതാണ്ട് 15 മീറ്റർ മാറി വൈദ്യുതി ലൈൻ പോകുന്നുണ്ട്. ഒപ്പം സമീപത്ത് തന്നെയുള്ളൊരു കൊക്കോത്തോട്ടത്തിൽ ചില PVC പൈപ്പുകളും അത്തരത്തിൽ അനധികൃതമായി പുറത്തേക്ക് വൈദ്യുതി പ്രയോഗിക്കാൻ പറ്റുന്ന ചില സംവിധാനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ മൃതശരീരത്തിന് അടുത്തുണ്ടായിരുന്ന സംവിധാനങ്ങളൊക്കെ വിച്ഛേദിച്ച്
പെട്ടെന്ന് തന്നെ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തിയതുപോലൊക്കെ പ്രകടമാവുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും നിലവിൽ ഷോക്കേറ്റാണ് മരിച്ചതെന്ന് അധികൃതർ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരണം വരുന്നു. മറുവശത്ത് ഈ മൃതശരീരം കിടന്ന സ്ഥലത്തിന് അടുത്ത് ഈ ഷോക്കിൻ്റെ അല്ലെങ്കിൽ ഈ കെണി ഒരുക്കിയതിൻ്റെ അവശിഷ്ടങ്ങളും കണ്ടെത്താൻ കഴിയുന്നു. അതുകൊണ്ട് തീർച്ചയായും ഈ ബോബിയുടെ മരണം ഈ വൈദ്യാഘാതത്തിൽ നിന്നാണ് എന്ന ഒരു സ്ഥിരീകരണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ആരാണ് ഈ കെണി സ്ഥാപിച്ചത്, ഇത് എങ്ങനെയാണ് സ്ഥാപിക്കാനിടയ സാഹചര്യം എന്നിവയെപ്പറ്റിയൊക്കെ വളരെ വിശദമായി തന്നെ അന്വേഷിക്കും എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബോബിയുടെ മൃതശരീരം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുന്നുമുണ്ട്. കേട്ടോ അനീഷ്, നമുക്കറിയാം ഈ കെണി, വൈദ്യുതി കെണി മൂലം നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ താമസിക്കുന്ന ഒട്ടേറെ കർഷകരായിട്ടുള്ളവർ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ത്രീകളും ഒക്കെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. ഇവിടെ ഈ ബോബിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ നടപടികൾ എങ്ങനെയാണ്? ആരാണ് അവിടെ വൈദ്യുതി വേലി അവിടെ സ്ഥാപിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടക്കുന്നുണ്ടോ? വ്യക്തത വന്നിട്ടുണ്ടോ? തീർച്ചയായും അക്കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കും. ഈ സ്ഥലത്തിൻ്റെ ഉടമയെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അയാളെ ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കോഴിക്കോട് ജില്ലയുടെയൊക്കെ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഈ വനമേഖലയോട് അതിരിടുന്ന ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പലയിടത്തും ഇത്തരം അനധികൃത വേലികൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം വന്യജീവി ശല്യം വളരെ രൂക്ഷമായ ഒരു പ്രശ്നമായി മാറുകയാണ് പലയിടത്തും. ഈ കർഷകർ കൃഷി ചെയ്യുന്ന വിളകൾ ഒരു തരത്തിലും വിളവെടുപ്പിന് പോലും പറ്റാത്ത വിധം മോശമാക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് സ്വന്തം നിലയിലൊക്കെ കെണികൾ സ്ഥാപിച്ചാണ് പലപ്പോഴും കൃഷിയിടങ്ങളെ കർഷകർ സംരക്ഷിക്കുന്നത്. അതിന് നിയമാനുസൃതമായ മാർഗങ്ങളുണ്ട്. ഈ അനുമതി വാങ്ങി സ്വകാര്യ വ്യക്തികൾക്ക് ഈ സൗരോർജ്ജ വേലിയോ അല്ലെങ്കിൽ വൈദ്യുതി വേലിയോ ഒക്കെ നിർമ്മിക്കുന്നതിനുള്ള അനുമതി നൽകാറുണ്ട്. പക്ഷേ അതിന് കൃത്യമായ നടപടിക്രമം പാലിക്കേണ്ടതുണ്ട്. ഒപ്പം ഈ അനധികൃതമായി ഈ വൈദ്യുതി ലൈനിൽ നിന്നും വലിച്ചല്ല ഇത്തരം കെണികൾ ഒരുക്കേണ്ടത്. നിയമാനുസൃതമായ മാർഗങ്ങളുണ്ട്. അതിനൊന്നും നിൽക്കാതെയാണ് കുറുക്കുവഴികളിലൂടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. പലപ്പോഴും ഇത്തരം മേഖലകളിലൂടെ ഈ ആടിനെ മേയ്ക്കുന്നതിനോ അല്ലെങ്കിൽ കന്നുകാലികളെ മേയ്ക്കുന്നതിനോ മറ്റു കൃഷിപ്പണിക്കോ ഒക്കെ പോകുന്ന സാധാരണക്കാരായ ആളുകൾ ഈ കെണികളെപ്പറ്റി അത്ര ബോധവാന്മാരാവണമില്ല. അല്ലെങ്കിൽ ഇത്തരം ഒരു കെണി ഒരുക്കിയിട്ടുണ്ടെന്ന് പോലും അവർക്ക് അറിയണമെന്നില്ല. ഇവിടെ തന്നെ ആയാലും ആദ്യം ഈ പശു കാട്ടിലേക്ക് പുല്ല് തിന്നാനായി പോകുന്നു. ഒരുപക്ഷെ തിരിച്ചു വരുന്ന വഴിക്കോ അല്ലെങ്കിൽ അവിടെ പുല്ല് മേഞ്ഞ് നടക്കുന്ന സമയത്തോ വല്ലതും ആയിരിക്കാം ഈ ഇലക്ട്രിക് ഷോക്ക് ഏറ്റ് ചത്തു വീഴുന്നത്. ഇതിനുശേഷമാവും ആ വീട്ടമ്മ വരികയും വീട്ടമ്മയ്ക്കും ഒറ്റ നോട്ടത്തിൽ ഇത് ഷോക്കേറ്റ് മരിച്ചതാണെന്ന് ഒരുപക്ഷെ തോന്നിക്കാണില്ല. അല്ലെങ്കിൽ വൈദ്യുതി ലൈൻ്റെതായ കാര്യമായ അവശിഷ്ടങ്ങളൊന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞു കാണില്ല. അങ്ങനെ ഈ പശുവിൻ്റെ അടുത്തേക്ക് വന്ന് പശുവിന് എന്ത് പറ്റിയതാണെന്ന് നോക്കാൻ ശ്രമിച്ചപ്പോഴായിരിക്കും ആ വീട്ടമ്മയ്ക്ക് ഷോക്കേറ്റതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവിടെ നിന്ന് കുറച്ച് ദൂരെ മാറി തെറിച്ച് വീണ നിലയിലായിരുന്നു ആ ബോബി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ യാദൃച്ഛികമായി ആ പശുവിനെ നോക്കിയപ്പോൾ ഉണ്ടായൊരു ഷോക്കാണെന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഇത്തരം അനധികൃത കെണികൾ, വൈദ്യുതി കെണികൾ വലിയ അപകടമായി മാറുന്ന ഒരു രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. പലയിടത്തായി ഇത്തരം കേസുകൾ സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് ഈ സ്ഥലത്തിൻ്റെ ഉടമയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ നടക്കും. മറ്റ് കൃഷിക്കാർ അല്ലെങ്കിൽ ഈ നോട്ടക്കാരോ മറ്റൊക്കെ ആണോ ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്നതിനെക്കുറിച്ചൊക്കെ അന്വേഷണം നടക്കും. അനധികൃതമായാണോ കറണ്ട് എടുത്തത് അല്ലെങ്കിൽ ഇത്തരം വൈദ്യുതി കെണി സ്ഥാപിക്കുന്നതിനുള്ള എന്തെങ്കിലും അനുമതി സ്ഥലമുടമ വാങ്ങിയിട്ടുണ്ടെന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും പരിശോധന വരും. എന്തായാലും ഈ വന്യജീവികളെ നേരിടാനായി ഒരുക്കിയ കെണിയിൽ ഒരു വീട്ടമ്മയുടെ ജീവിതം ദാരുണമായി പൊലിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കാരണം വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ ജീവിച്ചിരുന്ന പരിമിതമായ വരുമാനമുള്ള ഒരു വീട്ടമ്മയായിരുന്നു. അവർ കഠിനാധ്വാനം ചെയ്ത് തൊഴിലുറപ്പ് ജോലിക്കും പോയി ഈ ചത്തുപോയ പശുവിനെയൊക്കെ മേയിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പാലുമൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കൾ 3 പേരുണ്ട്. മൂത്ത മകൾ നഴ്സിംഗ് പഠിക്കുന്നു. ആ കുട്ടിയുടെ ചില പഠന ആവശ്യങ്ങൾക്കായി അടുത്തിടെ തന്നെ ഈ പശുവിനെ വെച്ച് ഒരു പണം കണ്ടെത്തി പഠനകാര്യങ്ങൾ നിർവഹിക്കാനൊക്കെ ഇരിക്കുന്ന ഒരു സമയത്തോടുകൂടിയാണ് ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പഴുതടച്ചൊരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാവും. പ്രാദേശിക ഭരണകൂടങ്ങളൊക്കെ പ്രത്യേകിച്ചും പഞ്ചായത്ത് പ്രതിനിധികൾ അടക്കമുള്ളവരൊക്കെ വളരെ ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുമുണ്ട്. സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കും. ഇത്തരത്തിലെ അനധികൃത വേലികൾക്കെതിരായി തന്നെ ഒരു അന്വേഷണം അല്ലെങ്കിൽ അത്തരം അനധികൃതമായി നിർമ്മിക്കുന്ന കെണികളെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ പരിശോധന ഇനി വനംവകുപ്പും വൈദ്യുതി വകുപ്പും ഒക്കെ ചേർന്ന് നടത്തേണ്ട ഒരു അനിവാര്യതയിലേക്ക് കൂടിയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കേട്ടോ. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്നും
വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയാണ് സ്പോട്ട് ലൈവിൽ പരിശോധിക്കുന്നത്. മലപ്പുറം മഞ്ചേരിയിൽ വാഹന പരിശോധനയ്ക്കിടെ ഡ്രൈവറുടെ മുഖത്തടിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം. മഞ്ചേരി ട്രാഫിക് യൂണിറ്റിലെ ഡ്രൈവർ നൌഷാദിനെയാണ് പടിഞ്ഞാറ്റുമുറി എയർ ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റിയത്. കാക്കിയിടാത്തതിന് ചുമത്തിയ പിഴത്തുക കുറച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടതിനായിരുന്നു മർദ്ദനം. ജിഷാദ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. ജിഷാദ്, നമ്മളാ ദൃശ്യങ്ങൾ ആദ്യം നിങ്ങൾ ഈ ആളുകൾ നിങ്ങൾ ശരിക്കും പറയേണ്ട വെച്ചാണ് അന്ന് അയാൾ പോവാണ് തടഞ്ഞു. നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ട് അയാൾ നിങ്ങൾ ഈ ആളുകൾ നിങ്ങൾ ശരിക്കും പറയേണ്ട വെച്ചാണ് അന്ന് അയാൾ പോവാണ് തടഞ്ഞു. നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ട് അയാൾ നിങ്ങൾ ഈ ആളുകൾ നിങ്ങൾ ശരിക്കും പറയേണ്ട വെച്ചാണ് അന്ന് അയാൾ പോവാണ് തടഞ്ഞു. ജിഷാദ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. ജിഷാദ്, ഇവിടെ കാക്കിയിട്ടവന്റെ ഗുണ്ടായിസമാണ് കണ്ടത്. ഇത് കേരളത്തിലെ പലയിടത്തും ഇതുപോലെയാണ് പോലീസുകാർ പെരുമാറുന്നതെങ്കിൽ പോലും ഇതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നതോടുകൂടിയാണ് ഈ ഉദ്യോഗസ്ഥനെതിരെ സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നത്. ഈ മർദ്ദനമേറ്റ ഡ്രൈവർ തന്നെയാണോ പരാതിയുമായി പോലീസ് ഉന്നതരെ സമീപിച്ചത്? ഏറ്റവും ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. മഞ്ചേരി കേച്ചേരിപ്പടിയിൽ സൂപ്പർ മാർക്കറ്റ് സമീപം വെച്ചായിരുന്നു സംഭവം. പോലീസ് കൈകാണിച്ചപ്പോൾ ജാഫർ വണ്ടി നിർത്തി വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. തുടർന്ന് കാക്കി യൂണിഫോം ധരിച്ചില്ലെന്ന കാരണത്താൽ ഇയാളെ, അതായത് പോലീസ് 500 രൂപ പിഴ ഈടാക്കിയെന്നാണ് ഇയാൾ പറയുന്നത്. അതിനുശേഷം തന്റെ അടുത്ത് 250 രൂപയേ ഉള്ളൂ, 500 രൂപ അടക്കാൻ കഴിയില്ല, കാരണം ഞാൻ കൂലിപ്പണിക്കാരനാണെന്ന് ഇദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇതൊന്നും പറ്റില്ല എന്ന് പോലീസുകാരൻ തിരിച്ചു പറഞ്ഞു. അപ്പൊ സാറ് പോയാൽ എങ്ങനെയാന്ന് ചോദിക്കുന്നതോട് കൂടിയിട്ട് പോലീസ് ഈ ആളുടെ അതായത് ജാഫറിന്റെ മുഖത്തേക്ക് അടിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. തുടർന്ന് ഈ ജാഫർ അതായത് ജില്ലാ ആശുപത്രിയിൽ, അതായത് മലപ്പുറം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. തുടർന്ന് പോലീസിൽ പരാതി നൽകി. അതായത് ഈ പോലീസ് സേനയ്ക്ക് കളങ്കമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി ചെയ്ത പോലീസ് വിഭാഗത്തിനെതിരെ ഇന്നലെ തന്നെ ഈ രഹസ്യാന്വേഷണ വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ചിരുന്നു. അതിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇയാളെ ഇന്ന് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിളിപ്പിച്ചിട്ടുള്ളത്. സംഭവത്തിന് ശേഷം ജാഫർ അതായത് പോലീസ് ജീപ്പിലേക്ക് വലിച്ചയച്ചെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഇതിന്റെ തൊട്ടു പിറകിൽ വന്ന വാഹനത്തിലെ ആൾക്കാരാണ് ഈ ദൃശ്യം പകർത്തുന്നത്. കാരണം വാഹന പരിശോധനയായിരുന്നു. ഈ മൊബൈൽ ഫോണുകൾ യൂസ് ചെയ്തു പോകുന്ന ആൾക്കാരെ ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസ് കൈകാണിക്കുന്നുണ്ടായിരുന്നു. അതിനാലാണ് ഈ ബാക്കിലെ വാഹനത്തിലുള്ള ആളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നത്. അങ്ങനെയാണ് ഈ ദൃശ്യം ക്യാമറയിൽ അതായത് വരുന്നത്. അതായത് ഇൻസ്റ്റാഗ്രാം അതുപോലത്തെ സോഷ്യൽ മീഡിയ അടക്കമുള്ള ഇതിൽ നന്നായിട്ട് ഈ വിഷ്വൽസ് പ്രചരിച്ചു. അത് കാരണത്താൽ തന്നെയാണ് അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അടിയന്തരമായി നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ മലപ്പുറം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ ജാഫർ. നമുക്കറിയാം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് സംബന്ധിച്ച് DGP ഒക്കെ നേരത്തെ സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്, ഹൈക്കോടതി നിർദ്ദേശങ്ങളുള്ളതാണ്. ഒരു സാധാരണക്കാരനെ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഇടപെടുമ്പോൾ അവരെ സാറെന്ന് വിളിക്കണം എന്ന കൃത്യമായ നിർദ്ദേശമൊക്കെ ഉണ്ടായിട്ടും അതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കാറില്ല. കാരണം പോലീസുകാർ പലപ്പോഴും ഒരു സാധാരണക്കാരനെ ചോദ്യം ചെയ്യുമ്പോൾ, വാഹന പരിശോധന നടത്തുമ്പോൾ, ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എത്രത്തോളം അപമര്യാദയായിട്ടാണ് ഈ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥർ പെരുമാറുന്നതെന്ന് നമുക്ക് പലരുടെയും അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരിക്കില്ല. പൊതുവെ എങ്ങനെയാണ് ജിഷാദ്, ഈ നൌഷാദിനെ പോലെ കുറേ പോലീസുകാർ മലപ്പുറത്തും മഞ്ചേരിയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുണ്ടോ? ടോം, നൌഷാദ് പോലത്തെ പോലീസുകാരല്ല. സത്യത്തിൽ അതായത് ഇവര് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആയിരിക്കും ചിലപ്പോൾ ഈ മർദ്ദനത്തിലേക്ക് പോയത്. ഇത്തരത്തിൽ ചില പോലീസുകാർ മാത്രമാണ് ഇങ്ങനെ ജില്ലയിൽ ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. തന്റെ കയ്യിൽ അതായത് 250 രൂപയേ ഉള്ളൂ, 500 രൂപ പേടക്കാൻ കഴിയില്ല, ഞാൻ ദിവസ പണിക്കാരനാണ്, കൂലിപ്പണിക്കാരനാണ്, അങ്ങനെ ആവുമ്പോൾ പറഞ്ഞ കാരണം തന്നെ ഈ പോലീസുകാരൻ അതായത് തിരിഞ്ഞു നടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഉടൻ തന്നെ ഈ ജാഫർ സാർ എന്റെ അടുത്ത് പൈസ ഒന്നുമില്ല, അത്ര തന്നെ ഉള്ളൂ, സാർ പോകാൻ വരട്ടെ എന്ന് പറഞ്ഞോട് കൂടിയിട്ടാണ് ഈ മർദ്ദനത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും ജാഫർ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇന്ന് മലപ്പുറം ജില്ലാ SP മുമ്പാകെ വന്നിട്ട് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ജാഫറും അതുപോലെ തന്നെ സഹോദരന്മാരും.
വ്യക്തമാണ്. വി കെ ജിഷാദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം മഞ്ചേരിയിലാണ് വാഹന പരിശോധനയ്ക്കിടെ ഡ്രൈവറുടെ മുഖത്തടിച്ച പോലീസ് ഉദ്യോഗസ്ഥന് എതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. മഞ്ചേരി ട്രാഫിക് യൂണിറ്റിലെ ഡ്രൈവർ നൌഷാദിനെ പടിഞ്ഞാറ്റുമുറി AR ക്യാമ്പിലേക്കാണ് സ്ഥലം മാറ്റിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.